നമ്മൾ ബംഗളൂരു യലഹങ്കയിലേക്ക് പോവുകയാണ്. അവിടെ കൊഗുലുവിൽ കർണാടക സർക്കാർ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തിയതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. 167 വീടുകളാണ് ഇടിച്ചു നിരത്തിയത്. 188 കുടുംബങ്ങളാണ് പ്രദേശത്ത് നിന്നും കുടിയിറക്കപ്പെട്ടത്. കൊടും തണുപ്പിൽ തെരുവിലേക്ക് ഇറക്കപ്പെട്ട 1007 പേരിൽ 384 കുട്ടികളുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദീപക് മോഹനാണ് ചേരുന്നത്. ദീപക്, ഇപ്പോൾ കൊഗലുവിലാണ് ദീപക് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ നമ്മൾ ദുരിത ജീവിതം അവരുടെ കാണുകയായിരുന്നു. കൊടും തണുപ്പത്ത് താൽക്കാലിക ഷെൽട്ടറുകളിൽ അവർ കഴിയുകയാണ്. പുസ്തകങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന അവസ്ഥ കൂടിയാണ്. ഇതിലിപ്പോൾ 384 കുട്ടികളുണ്ട് എന്നതുകൂടിയാണ്. വിനീത, അതാണ് ഞങ്ങൾ പുലർച്ചെ എത്തുന്ന സമയത്ത് തണുപ്പത്ത ഈ നേരത്തെ ഇവർക്കുണ്ടായിരുന്ന വീടുകളുടെ തറയുടെ മുകളിൽ ടാർപോളിനൊക്കെ കെട്ടി അതിനുള്ളിൽ കിടന്നുറങ്ങുന്ന ആളുകളെയാണ് കണ്ടത്. ഇത് ഞങ്ങൾ നിൽക്കുന്നത് ഈ കൊഗിലിലുള്ള വസീം കോളനിയിലുള്ള ഉറുദു സ്കൂളാണ്. ഈ സ്കൂളിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ നേരത്തെ വീടുകളിൽ താമസിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ദുരന്തബാധിത ക്യാമ്പ് എന്നുള്ള രീതിയിൽ അവരിവിടെ പുനരധിവാസ ക്യാമ്പൊക്കെ പോലെ അവരിവിടെ ഇങ്ങോട്ട് മാറി അവരുടെ സാധനങ്ങളൊക്കെ ബാണ്ടക്കെട്ടുകളിൽ അടുക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഏതായാലും വളരെ നല്ലൊരു കാര്യം, KMCCയുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ നേരത്തെ അവിടെ ആ വീട് പൊളിക്കുന്ന സമയത്തൊക്കെ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായ ആളുകളുണ്ട്. അവരെയൊക്കെ തന്നെ ചികിത്സയ്ക്കുള്ള സഹായം KMCC ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, തൊട്ടടുത്താണ് ഈ വസീം കോളനി ഉള്ളത്. ഈ സ്കൂളിൻ്റെ മതിലിൻ്റെ എതിർഭാഗത്തായി തന്നെയാണ് വസീം കോളനി ഉള്ളത്. അതിനോട് തൊട്ട് താഴെ ഫക്കീർ കോളനിയും ഒപ്പം വസീം ലേഔട്ടും ഇവിടെ തന്നെയാണ്. ഇവിടെയാണ് ഏകദേശം 188-ലധികം കുടുംബങ്ങൾ താമസിച്ചിരുന്നത്. 166ഓളം വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകളിൽ 167ഓളം വീടുകളിൽ 188 കുടുംബങ്ങൾ താമസിച്ചിരുന്നു. അതിലെ 1007ഓളം ആളുകളാണ് കുടിയൊഴിക്കപ്പെട്ടത്. അതിൽ 394 കുട്ടികളും 10 ഗർഭിണികളുമായ സ്ത്രീകളുണ്ട്. തണുപ്പിലും മഴയുടെ ഭീഷണിയും ഒക്കെയുണ്ട്. ബാംഗ്ലൂരിൽ ഇപ്പോൾ വലിയ തണുപ്പുള്ളൊരു സാഹചര്യമാണ്. ആ സമയത്താണ് ഇത്തരത്തിലൊരു ഇവരെ തെരുവിലേക്ക് സർക്കാർ ഇറക്കി വിടുന്നൊരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവരുടെ വീടുകളിലുള്ള കട്ടിലും മറ്റ് വസ്ത്രങ്ങളും ഒക്കെ വലിയ ബാണ്ടക്കെട്ടുകളിലാക്കി ഈ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് അവർ വന്ന് ഇവിടെ കിടക്കുകയാണ്. അലമാര, കട്ടിൽ, TV ഒക്കെ ഇവർക്ക് ഇവിടെ പുറത്ത് അടുക്കി വെച്ചിരിക്കുന്നു. 30 വർഷമായി ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ആധാർ കാർഡുണ്ട്, വോട്ടർ ID ഉണ്ട്. എന്നാൽ മുന്നറിയിപ്പ്, ഈ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പോ ഒരു നോട്ടീസ് പോലും തന്നില്ല എന്ന പ്രദേശവാസികളൊക്കെ നമ്മളോട് രാവിലെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുടിയൊഴിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും മുസ്ലിം വിഭാഗങ്ങളാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഹിന്ദു, ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇവിടെയുള്ള ഒരു NGO കൃത്യമായ കണക്കെടുത്തിരുന്നു. അതിൽ നിന്നാണ് മനസ്സിലായത് മുസ്ലിം വിഭാഗങ്ങൾ മാത്രമല്ല ഹിന്ദു, ക്രൈസ്തവ വിഭാഗങ്ങൾ കൂടി താമസിക്കുന്ന ഒരു മേഖലയാണിത്. ഇവിടെയാണ് ഇത്തരത്തിൽ സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്രൂരമായ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ വലിയ പ്രതിഷേധം ഇവിടുത്തെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 22-ാം തീയതി പുലർച്ചെയാണ് ഇവിടെ 5 JCBകളും 300-ലധികം പോലീസുകാരും എത്തി ഇവിടെയുള്ള വീടുകളൊക്കെ ഇടിച്ചു നിരത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നിന്ന് ജയിച്ച MLA, കോൺഗ്രസിൻ്റെ ജയിച്ച MLA ആയിട്ടുള്ള കൃഷ്ണബൈര ഗൗഡയാണ് കർണാടകയുടെ റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ളതാണ്. ആ മന്ത്രി പോലും ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു നടപടിക്കോ അല്ലെങ്കിൽ ഒരു ഇടപെടലിനോ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പുനരധിവാസത്തിന് സർക്കാർ തയ്യാറാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു തീരുമാനവും ഇതുവരെ വന്നിട്ടില്ല. നമ്മളോടൊപ്പം ഇവിടെയുള്ള KMCCയുടെ പ്രവർത്തകരുണ്ട്, ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെയുണ്ട്. അവർ നേരത്തെയും നമ്മളോട് പ്രതികരിച്ചതാണ്. ഇപ്പോൾ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇടപെടലും നടന്നിട്ടില്ല. വിനീത, നമുക്ക് ഈ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നിടത്തേക്ക് പോകാം. ഇവിടെയൊക്കെ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. KMCCയുടെ പ്രവർത്തകർ അതിനോടൊപ്പം ചേരുന്നുണ്ട്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുമെന്ന് സർക്കാർ എന്തെങ്കിലും ഒരു ഉറപ്പോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആണ് പറയുന്നത്. ഞങ്ങൾ KMCCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചാരിറ്റി സംഘടനയാണ്. 2-3 ദിവസങ്ങളായി നിങ്ങളിവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണവും മരുന്നൊക്കെ എത്തിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ എന്താ ചെയ്യുന്നത്, നേരിട്ട് ചെയ്യാതെ നമ്മൾ സംഗമ എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംഘടന ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ അവരെ സംരക്ഷിച്ചു, വർഷങ്ങളായിട്ട് 10-30 വർഷമായി സംരക്ഷിച്ചു പോകുന്ന സംഘടനയാണ്. അവരുമായി ചേർന്നിട്ടാണ് KMCC മറ്റ് സംഘടനകൾ, ഒരുപാട് ചാരിറ്റി സംഘടനകൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തുടക്കം മുതലേ നമ്മൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ മെഡിക്കൽ ക്യാമ്പ് 3ാമത്തെ ദിവസമാണ് ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നലെയും മഞ്ഞാന്നൊക്കെ ആയിട്ട് ചെരുപ്പ്, അതേപോലെ തന്നെ വസ്ത്രം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിനീത, അത് തന്നെയാണ് ഇവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ KMCC ഇടപെട്ട് ശരി ദീപക്, അവിടെ നിന്നുള്ള നേർക്കാഴ്ചയാണ് ദീപക്കും ക്യാമറമാനും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തെരുവിൽ അന്തി ഉറങ്ങുന്ന അവരുടെ ദുരിതം കണ്ടിരിക്കണം.